ഡോക്ടർ അഭിലാഷ്, നമുക്ക് അറിയാം, നമ്മളിപ്പം ഒരുപാട് കാലങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയമാണ് പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധവും അതുപോലെ ലോകത്ത് പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്ന സംഘർഷ സാഹചര്യങ്ങളും ഒക്കെ. ഇപ്പോൾ വീണ്ടും തുർക്കിയും അതുപോലെ ഗ്രീസുമായിട്ടൊരു തർക്കം വീണ്ടും പൊട്ടിപ്പുറപ്പെടുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. അതുപോലെ തുർക്കിയും ഇസ്രായേലും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നു. കൂടുതൽ രാജ്യങ്ങൾ സംഘർഷങ്ങളിലേക്ക് ഡ്രാഗ് ചെയ്യുന്നതായിട്ട് കരുതേണ്ടതുണ്ടോ? ഇത് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ക്രൈസിസിനെ മുതലെടുത്തുകൊണ്ട് തുർക്കി അവരുടെ ബ്ലൂ ഹോംലാൻഡ് അല്ലെങ്കിൽ മാവി വത്തൻ എന്ന് പറയുന്ന ഒരു മാരിടൈം എക്സ്പാൻഷൻ പോളിസി കൂടെ ഈ ഒരു ക്രൈസിസിനിടയിലേക്ക് പുഷ് ചെയ്യാൻ നിൽക്കുന്നതിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു അസ്വസ്ഥതകളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇസ്രായേല് ഈ അടുത്ത കാലത്ത് ഇസ്രായേൽ തുർക്കി റിലേഷനിൽ വളരെ വലിയ രീതിയിലുള്ള വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറിയയുടെ ഇസ്രായേലുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിൽ പലയിടത്തും ബോർഡേഴ്സിന് അടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങളിൽ തുർക്കിയുടെ ബേസസ് ആരംഭിക്കാനോ അല്ലെങ്കിൽ അവരുടെ എയർ കപ്പാസിറ്റി എൻഹാൻസ് ചെയ്യാനൊക്കെയുള്ള ശ്രമങ്ങൾ അവർ നടത്തി. അപ്പോൾ ഇസ്രായേൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ അത് പറയുകയും അതിനെതിരായിട്ട് ബോംബ് അറ്റാക്ക് അല്ലെങ്കിൽ ഇന്റർവെൻഷൻ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പം ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ ഈ ഒരു ക്രൈസിസിനിടയിൽ കൂടി നിന്നുകൊണ്ട് തങ്ങളുടെ ചില ലോങ് ടേം അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ഒരു ശ്രമമാണ് തുർക്കി ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ ഉദ്ദേശം എന്ത് തന്നെയായാലും നടക്കാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇടപെടുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തോടാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ കൃത്യമാണ് അവരുടെ അജണ്ട. അവരുടെ നാഷണൽ സെക്യൂരിറ്റിക്കും ഏതെങ്കിലും ഒരു തരത്തിലുള്ള അപകടമോ അല്ലെങ്കിൽ ഒരു അപായമോ സംഭവിക്കാനുള്ള സാധ്യതകളെ അവർ എപ്പോഴും തുടച്ചു നിൽക്കുക തന്നെ ചെയ്യാറുണ്ട്. സോ അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ തുർക്കിക്ക് എങ്ങനെയാണ് അവരുടെ നാഷണൽ മാരിടൈം പാർക്സ്, ഇന്റർനാഷണൽ ടെറിട്ടോറിയൽ വാട്ടേഴ്സിന് അപ്പുറത്തേക്ക്, അന്താരാഷ്ട്ര അതിർത്തിക്ക് അപ്പുറത്തേക്കൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ കൊണ്ടുവരാൻ കഴിയുക? അപ്പൊ അതൊക്കെ എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനം കൂടിയാണ്. സോ അപ്പം ഈ ഒരു കാര്യത്തിലേക്ക് വേറൊരു സംഭവം കൂടി വരുന്നുണ്ട്. നമ്മുടെ ഈ പറയുന്ന മെക്ക എഗ്രിമെന്റ്. മെക്ക അഗ്രിമെന്റ് വന്നതോടുകൂടി തുർക്കി, സൗദി അറേബ്യ, പാകിസ്ഥാൻ ആ സിസ്റ്റം നിലവിൽ വന്നതോടുകൂടി തുർക്കി അതിന്റെ കൂടെ ബലത്തിൽ ഇവർ ഇസ്രായേലിന്റെ അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു പുഷിനൊക്കെ വേണ്ടി ഇതിൽ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ ശ്രമങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് തന്നെ ഏത് കാലത്ത് ഉള്ളതുപോലെ തന്നെ പോകും. ബിക്കോസ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇന്റലിജൻസ് സിസ്റ്റത്തിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അവര് ഇത്തരം കാര്യങ്ങളുടെയൊക്കെ കൃത്യമായിട്ടുള്ള ഔട്ട്കം അറിയാവുന്നവരാണ്. അവർ നല്ല രീതിയിൽ ഇത്തരം നടപടികളെ എതിർക്കുക തന്നെ ചെയ്യും. അത് ചെയ്യുന്നുമുണ്ട്. അതുപോലെ ഇപ്പോൾ ഇറാനുമായിട്ട് നടക്കുന്ന ഈ പ്രശ്നത്തിലേക്ക് ഇനിയിപ്പോൾ അല്ലെങ്കിൽ നമുക്കറിയാം, കുറച്ചുനാൾ മുൻപ് ഉക്രൈനുമായിട്ട് ഈ ഒരു പ്രശ്നം കൂടുതൽ വഷളാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഉക്രൈൻ ഈ യുദ്ധത്തിലേക്ക് ഡ്രാഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള ചർച്ചകളൊക്കെ വന്നിരുന്നു. അതുപോലെ ഇറാൻ ആണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നാക്രമിക്കുമെന്നുള്ള ചർച്ചകളൊക്കെ വന്നിരുന്നു. അതുപോലെ ഗ്രീസ്, ഇനിയിപ്പോ അടുത്തത് ഗ്രീസും തുർക്കിയും തമ്മിലുള്ള സംഘർഷമായിരിക്കും പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നത്. അതിനുശേഷം ഈ തുർക്കി ഇറാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിന് സപ്പോർട്ട് നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അങ്ങനെ ഭയപ്പെടേണ്ട ഏതെങ്കിലും സാഹചര്യം ഉണ്ടോ ശരിക്കും? ആക്ച്വലി ഭയപ്പെടേണ്ട കാര്യം യാതൊന്നും തന്നെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ യുദ്ധം തുടങ്ങിയ സമയം തൊട്ട് തന്നെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫോറമിലൊക്കെ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ഇവരുടെ ഒരു ഹോസ്റ്റൽ ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യും എന്ന രീതിയിലൊക്കെ. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള വാർത്തകൾ ആദ്യകാലം തൊട്ടേ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വ്യക്തമായിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഈ യുദ്ധത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഒരു ഇഞ്ച് പോലും അനങ്ങാത്തൊരു സ്റ്റാൻഡ് ഓഫിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റാൻഡ് ഓഫിനകത്ത് നിന്നുകൊണ്ട് അവർക്ക് ഏതെങ്കിലും ഒരു രാജ്യത്ത് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ പ്രോക്സികളെ ആക്ടിവേറ്റ് ചെയ്യാനോ ഒന്നും തന്നെ വലിയ രീതിയിൽ സാധിക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. സോ അപ്പൊ ഇങ്ങനെ ഒരു സംഗതി കൂടി നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇറാന്റെ ഈ പറയുന്ന ഈ ഹോർമുസ് കടലൊഴുക്ക്, ഇന്നലെ തന്നെ ഡോക്ടർ ജയശങ്കറിന്റെ റഷ്യ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രസ് മീറ്റിനകത്തും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ആ ഒരു കാര്യം എടുത്തു പറയുന്നത്. ഗ്ലോബൽ ചോക്ക് പോയിന്റ്സ്, അതായത് ലോകത്തെ ക്രൂഡ് ഓയിലിന്റെ 4/1 അല്ലെങ്കിൽ LNGയുടെ ഒരു വലിയ ശതമാനമൊക്കെ ഒരൊറ്റ പോയിന്റിൽ കൂടി ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയും ആ ഒരു സ്ഥലത്തിന് പരിസരത്തുള്ള ഒരു രാജ്യം ഇതിനുമേൽ അധീശത്വം സ്ഥാപിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാരിടൈം ട്രേഡ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമുദ്ര വാണിജ്യത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരു അവസ്ഥ, ഇതിനൊക്കെ എതിരായിട്ടൊരു ഗ്ലോബൽ കോൺഫിഡൻസ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സോ സിമിലർലി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രഷേഴ്സ് പലയിടത്തുനിന്നും ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇറാന് സ്വന്തം ഈ പറയുന്ന IRGCയുടെ ആ കൂട്ടരെ രക്ഷിച്ചു നിർത്തുന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ രീതിയിലുള്ള റോളൊന്നും ഇനി അങ്ങോട്ട് ഉണ്ടാവാൻ പോകില്ല. നമ്മളൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അനാലിസിസ് കൂടി നമുക്ക് മനസ്സിലാവുന്നതാണ്.
അതുപോലെ ഇസ്രായേലിന്റെ ഒരു നിലപാട്, ഇപ്പോൾ ഇസ്രായേലും തുർക്കിയും തമ്മിലുള്ള ഒരു പ്രശ്നത്തില് ഇസ്രായേലിന്റെ ഒരു നിലപാട് വളരെ വ്യക്തമാണ്. ഇസ്രായേലിന് യാതൊരു വിധത്തിലുമുള്ള ഭീഷണി ഏത് രാജ്യത്തു നിന്നായാലും അനുവദിക്കില്ല എന്നുള്ള തരത്തില്. ഹമാസിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഗാസയുടെ വിഷയത്തിലായാലും തുർക്കിയുടെ ഇടപെടലുകൾ എത്രത്തോളം ഇസ്രായേൽ എതിർക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ ഇസ്രായേൽ കാണുന്ന എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഗ്രീസ് മറ്റൊരു പ്രസ്താവന പറഞ്ഞിരുന്നു. അതായത് ഇസ്രായേലുമായിട്ട് ഏതെങ്കിലും തരത്തിൽ തുർക്കിക്കൊരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഗ്രീസ് ഇസ്രായേലിനൊപ്പം നിൽക്കും, തുർക്കിക്കെതിരായി നിൽക്കുമെന്ന് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്റെ സംശയം ഇതാണ്, എന്റെ ചോദ്യം ഇതാണ്, അതായത് ലോകം ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിലേക്കുള്ള പോക്കിന്റെ തുടക്കമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുമോ എന്നതാണ്. തത്വത്തിൽ പറയുകയാണെങ്കിൽ ഇനി ഒരു മൂന്നാം ലോക മഹായുദ്ധം, നമ്മൾ 1-2 ലോകയുദ്ധങ്ങൾ കണ്ടതുപോലെയുള്ള ഒരു വ്യാപക യുദ്ധം ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 യുദ്ധങ്ങളിലും ന്യൂക്ലിയർ ആംസിന്റെ പ്രസൻസ് ഇല്ലായിരുന്നു, ന്യൂക്ലിയർ ആയുധങ്ങളില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആണവായുധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ഏത് യുദ്ധമുണ്ടായാലും ആദ്യം തന്നെ നോക്കുന്നത് എന്താണ്, ന്യൂക്ലിയർ ഡിറ്ററൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ന്യൂക്ലിയർ അതിന്റെ ആ ഒരു ന്യൂക്ലിയർ അറ്റാക്കിലേക്ക് പോവാതെ അല്ലെങ്കിൽ മ്യൂച്വലി അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ എന്ന കോൺസെപ്റ്റിലേക്കൊന്നും പോകാതെ, ആണവതലത്തിലേക്ക് പോലും പോകാതെ ഒരു യുദ്ധത്തെ തടുത്തു നിർത്തുക എന്നുള്ളത് ലോകരാജ്യങ്ങളിലെല്ലാം പ്രയോറിറ്റിയായി മാറിയിരിക്കുകയാണ്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം അർത്ഥശങ്കയില്ലാതെ പറയാൻ കഴിയുന്നത്, ഇനി ഒരു കാലത്ത് ഒരു ലോക മഹായുദ്ധം ഉണ്ടാവില്ല. പകരം അലയൻസസിന്റെ ലീഡേഴ്സിന് വേണ്ടി മറ്റു രാജ്യങ്ങൾ നടത്തുന്ന ചെറുകിട കോൺഫ്ലിക്റ്റുകൾ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കാം എന്നുള്ളതാണ്. അതായത് ഒരു മേജർ കോൺഫ്ലിക്റ്റ് ഇനി രാജ്യങ്ങൾ ബൈപോളറായിട്ട് നിന്ന് ഒരിക്കലും ഇനി ഉണ്ടാവില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിന്റെ സാമ്പത്തിക താല്പര്യമുണ്ട്, ലോകത്തിന്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, സപ്ലൈ ചെയിൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൂടെ ചേരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ലോകമഹായുദ്ധം വലിയ നഷ്ടക്കച്ചവടമാണ് എല്ലാ രാജ്യങ്ങൾക്കും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സൈപ്രസ്, ഗ്രീസ്, ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ത്രിത്വം അല്ലെങ്കിൽ ഈ പറയുന്ന ട്രോയ്ക്കയുടെ ആ ട്രയംവിററ്റിന്റെ ഒരു കംപ്ലീഷൻ അല്ലെങ്കിൽ അതൊരു അലയൻസ് ആയിട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന തുർക്കിയുടെ ഇപ്പോഴത്തെ ന്യൂ ഫൗണ്ട് സ്ട്രെങ്ത് ഒക്കെ അതോടുകൂടി പോവും. അതോടൊപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ തുർക്കി എർദോഗാൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കോട്ടിട്ട പാകിസ്ഥാൻ മാത്രമാണ് തുർക്കി. അപ്പോ അതിൽ കൂടുതലൊന്നും വലിയൊരു റോൾ നമ്മൾ തുർക്കിക്ക് കൊടുക്കേണ്ട കാര്യമില്ല. പണ്ട് കാലത്തോട്ട് തുർക്കിയെ വലിയൊരു സംഭവമായിട്ട് പലരും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് തന്നെ അറിയാം, സെഗ്മെൻ ഓഫ് യൂറോപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം മാത്രമായിരുന്നു തുർക്കി. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് മെക്ക അഗ്രിമെന്റ് വഴി വീണ് കിട്ടിയ ഒരു ഇന്റർനാഷണൽ അഡീഷണൽ റെക്കഗ്നീഷൻ ഉപയോഗിച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾക്കിടയിലേക്ക് ഇടപെടാനും അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ കണക്ക് തീർക്കാനും ഒക്കെ തുർക്കി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ റിയൽ ടൈം വിന്നർ അല്ലെങ്കിൽ യഥാർത്ഥ വിജയി ആരാണെന്നുള്ളത് ഇസ്രായേൽ സംശയമില്ലാതെ തന്നെ കാണിച്ചു കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അത് ഏത് രീതിയിലായിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം തീവ്രതയോടെ ആയിരിക്കും എന്നുള്ളത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. തീർച്ചയായിട്ടും. അതുപോലെ മക്ക എഗ്രിമെന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. അതായത് ഇറാനും സൗദിയും അതുപോലെ ഇറാഖും തമ്മിൽ പുതിയൊരു എഗ്രിമെന്റ് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. എന്ത് തോന്നുന്നു, അങ്ങനെ ഒരു സഖ്യം വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ? പ്രത്യേകിച്ചും സൗദിയും ഇറാനുമാണ് 2 വശത്തും നിൽക്കുന്നത് എന്നുള്ളതും ഓർക്കേണ്ടതല്ലേ? ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ വാഷിംഗ്ടൺ DC ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് തിങ്ക് ടാങ്കുകളുണ്ട്. ഇവരിങ്ങനെ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് അനാലിസിസ് പല സോൺസിൽ കൂടി ഇങ്ങനെ അവർ എക്സ്ട്രപ്പുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാറുണ്ട്. അപ്പൊ അതിൽ പുതിയ സാധ്യതകൾ സങ്കല്പിക്കുന്നു. പക്ഷെ ആലോചിക്കേണ്ട ഒരു കാര്യം, ചരിത്രപരമായിട്ട് നോക്കിയാൽ ഇറാനും സൗദിയും അല്ലെങ്കിൽ ഇറാഖും ഒക്കെ തമ്മിൽ വംശീയമായിട്ട് നോക്കിയാൽ ഒരിക്കലും ചേരാത്ത രാജ്യങ്ങളാണ്. പരസ്പരം ഒരു അസാധ്യത വീണ് കിട്ടിയാൽ തമ്മിലടിക്കാൻ വെമ്പുന്ന രാജ്യങ്ങളാണ് ഇവരെല്ലാം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങൾക്കിടയിൽ ഒരു യൂണിറ്റി ഇതെല്ലാം മറന്നുകൊണ്ടുണ്ടാവും എന്നൊക്കെ പറയുന്ന ഒരു സാധ്യത പലപ്പോഴും ഒരു വൈൽഡ് സ്പെക്കുലേഷൻ ആണ്. അതിന് റീസൺ ഇത്രയേ ഉള്ളൂ, കാരണം ഇത്തരത്തിലുള്ള സ്പെക്കുലേഷൻസിന് പിറകിൽ വളരെ വലിയ ആഗോള സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റുകളുടെ മൂവ്മെന്റ്സ് ഉണ്ട്, അല്ലെ? അതുപോലെ തന്നെ പല കാര്യത്തിലുള്ള ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെയുള്ള ഇത്തരം എക്കണോമിക് അൺസർട്ടനിറ്റികളുടെ പ്രൊജക്ഷൻസ് വഴി പലപ്പോഴും വലിയ തോതിലുള്ള ഫിനാൻഷ്യൽ ബെറ്റിംഗ് പോലെ നടക്കുന്നു. അപ്പൊ യുദ്ധം എന്ന് പറയുന്നത് കേവലം ഇന്ന് സോൾജേഴ്സ് ടു സോൾജേഴ്സ് ആയിട്ടുള്ള ഒരു ആക്രമണമല്ല, പകരം ഇന്ന് ഒരുപാട് ഹൈ സ്റ്റേക്സിൽ നിൽക്കുന്ന ഒരു പോളിസി മൂവ് കൂടിയാണ്. അപ്പം ഇത്തരം കഥകളൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പൊസിഷൻസ് ഒക്കെ വരാറുണ്ട്. പക്ഷെ അവ എത്രത്തോളം പ്രാക്ടിക്കൽ ആകും എന്നുള്ളത് ആ പ്രദേശങ്ങളിൽ ഉള്ള ഭരണാധികാരികളുടെ ചരിത്രപരമായ മെമ്മറിയെ അനുസരിച്ച് കൂടിയിരിക്കും. ദ ഹിസ്റ്റോറിക്കൽ മെമ്മറി ഓഫ് ദ റൂളേഴ്സ് വെൻ ഇറ്റ് കംസ് ടു ദെയർ ഓൺ നേഷൻസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ഇപ്പൊ സൗദി എന്ന് പറയുന്ന രാജ്യം ഇത്രയധികം പ്രത്യേകതയാവുന്നത് എന്തുകൊണ്ടാണ്? അതൊരു ഹോളി സീറ്റ് ആണ്, അല്ലെ?
അതൊരു ഹോളി സീറ്റ്, അവരുടെ വിശുദ്ധ പ്രവാചകന്റെ ആ എന്താ പറയാ ആ ഒരു സാന്നിധ്യത്തിലോ അല്ലെങ്കിൽ ആ ഹോളി പ്ലേസസ് ഉള്ളത് കൊണ്ട് ആ ഒരു ഹോളി പ്ലേസസിന്റെ ഒരു പ്രാധാന്യം കൂടി അവിടെയുണ്ട്. അപ്പോൾ പലപ്പോഴും പറയാം ഈ പറയുന്ന ഈ വിശുദ്ധ സ്ഥലങ്ങൾക്ക് നേരെ അതിന്റെ അധികാരം പിടിച്ചെടുക്കാനൊക്കെ ഉള്ള തരത്തിലുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഈ രാജ്യങ്ങൾക്കൊക്കെ ഇടയിൽ ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ ഒരുപാട് ചരിത്രപരമായിട്ട് തന്നെയുണ്ട്. സോ അതുകൊണ്ട് ഇതൊക്കെ തമ്മിൽ അതുപോലെ വലിയ സാമ്പത്തികാന്തരം. ഇപ്പൊ സൗദി അറേബ്യ എന്ന് പറയുന്ന വലിയ ഒരു ഓയിൽ പവർ ആയിട്ടുള്ള ഒരു രാജ്യം, ഇപ്പുറത്ത് സ്ട്രഗിൾ ചെയ്യുന്ന ഇറാനും അതുപോലെ തന്നെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇറാഖും, ഇതൊക്കെ തമ്മിൽ ഒരിക്കലും ഒരു കോമ്പാറ്റബിലിറ്റി ഉണ്ടാവുന്നില്ല. ഏത് അലയൻസസിനകത്തും കോമ്പാറ്റബിലിറ്റി ഉണ്ട്. സോ അപ്പോൾ സൗദിയെ പോലൊരു രാജ്യത്തെ സംബന്ധിച്ച് ഇത്തരം അലയൻസസ് അവർക്ക് നഷ്ടം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ള ഒരു ഇത് കൂടി നോക്കണം. ഒപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ചില ഫാക്ട്സ് അബൌട്ട് കോൺകറിംഗ് ദ ഹോളി പ്ലേസസ് ഒക്കെ ചരിത്രപരമായിട്ട് ഇവർക്കിടയിലൊക്കെ ഉണ്ട്. ഈ വാശികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ കോൺടെസ്റ്റുകൾ പോലും നടക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അവിടെ മറ്റൊരു സംശയം കിട്ടും. അതായത് ഇസ്രായേലും സിറിയയും തമ്മിൽ വളരെ ഒരു അടുപ്പത്തിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ പ്രശ്ന പരിഹാരങ്ങൾക്ക് ശ്രമിക്കുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിലൊക്കെ പ്രശ്ന പരിഹാരങ്ങൾക്ക് ശ്രമിക്കുന്നു, അതിർത്തി പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുവാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലും റിപ്പോർട്ടുകൾ വന്നിരുന്നു. അപ്പോൾ അതിലും ഒരു ശുഭപ്രതീക്ഷ ഇല്ല എന്ന് തന്നെയാണോ പ്രതീക്ഷിക്കേണ്ടത്? കാരണം ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ അവരും ജന്മശത്രുക്കൾ തന്നെയാണ് ശരിക്കും ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ. ജന്മശത്രുക്കളാണ്. പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്ന ശത്രു ഒരു ഭാഗത്തു നിന്ന് മാത്രമാകുമ്പോൾ ആരുടെ ഭാഗത്തേക്ക് തങ്ങൾ നിൽക്കണമെന്ന് പറയുന്ന ആ ഒരു ചിന്ത സ്വാഭാവികമല്ലേ? അതെ, തീർച്ചയായിട്ടും. അങ്ങനെ ഒരു കാര്യം കൂടി അവിടെ ഉണ്ടാവും. കാരണം പ്രാഗ്മാറ്റിക് അറേഞ്ച്മെന്റുകൾ ഉണ്ടാവും. ഇപ്പൊ ഇസ്രായേലിനൊപ്പം നിന്ന് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ ഒരു പ്രൊട്ടക്ഷൻ അംബ്രല്ല കൂടിയാണ് ആ രാജ്യങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നോട്ട് ജസ്റ്റ് ഓൺ സെക്യൂരിറ്റി ബേസിസ് ബട്ട് ഓൾസോ ഓൺ ദ ബേസിസ് ഓഫ് ഈ പറയുന്ന എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളാവാം, ടെക്നോളജിക്കൽ കോഓപ്പറേഷൻ, വലിയ രീതിയിലുള്ള ഗുണങ്ങളാണ് ഉണ്ടാവുക. വെറുതെ എന്താ പറയാ നമ്മള് ഈ അടിത്തടയ്ക്ക് വേണ്ടിയിട്ട് കൂടെ കൊണ്ടു നടക്കുന്ന ഒരു ബൗൺസറുടെ റോളിലല്ല രാജ്യങ്ങൾ ഉണ്ടാവുക, പ്രോസ്പെറിറ്റിയുടെ റോളിലേക്കാണ്. ആ ഒരു സാധ്യത കൂടി അവിടെയുണ്ട്.